ഈ ഗ്രാൻസ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ഫസ്റ്റ് അല്ല, ആദ്യത്തെ 25 പ്രയോറിറ്റിയിലില്ല. എത്ര എത്ര അരിയേഴ്സാണ് ആ പൈസയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ഈ ഇതില് ഭവനരഹിത പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് 300 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇത് 120 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. ഇപ്പൊ തന്നെ ലൈഫ് മിഷനിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തൊട്ടുള്ള അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് സെപ്പറേറ്റ് സ്കീമായിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ഭവന നിർമ്മാണ സ്കീം. അതിൽ ലൈഫ് വന്നതോടുകൂടി തന്നെ അതിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അവിടെയാണ് 300 കോടി വെച്ചിരുന്ന സ്ഥലത്ത് 120 കോടിയായിട്ട് വെട്ടിക്കുറയ്ക്കുക. 60% വെട്ടിക്കുറവ്. ഇനി ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങിക്കാൻ സഹായം, ഇതൊക്കെ പണ്ടുപോലെ ഉള്ളതാണ്. 170 കോടിയായിരുന്നു ബജറ്റ് വിഹിതം. ഇത് 70.25 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. 170 കോടി ഉണ്ടായിരുന്നു, 100 കോടി അങ്ങ് എടുത്ത് വെട്ടിക്കുറച്ചു. അപ്പൊ ഇതൊന്നും ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളല്ല എന്നാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കുട്ടികളുടെ സ്കോളർഷിപ്പ്, കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണ പദ്ധതി, ഭൂരഹിതർക്കുള്ള പദ്ധതി, ഈ ഗ്രാൻസ്, ഇതെല്ലാം. അതുപോലെ നമ്മുടെ കാരുണ്യ പദ്ധതി, ആശുപത്രികളിലെ സൗജന്യ ചികിത്സയെക്കുറിച്ച് അഭിമാനിക്കുക. കാരുണ്യ പദ്ധതി എത്ര ഭംഗിയായിട്ട് ഈ സ്റ്റേറ്റിൽ നടന്നിരുന്നതാണ്. ആ കാരുണ്യ പദ്ധതിയിൽ 1800 കോടിയോളം രൂപ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. മരുന്ന് ഇല്ല ആശുപത്രികളിൽ, കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വലിയ ബാധ്യതയാണ് സർക്കാരുള്ളത്. അപ്പൊ ഈ വർഷം വെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ വർഷത്തെ ബാധ്യത തീർക്കാൻ പോലുള്ള പൈസ ഇല്ല. അപ്പൊ ഡിസ്ഫങ്ക്റ്റ് ആവും. ഗവൺമെന്റ് ഡിസ്ഫങ്ക്റ്റ് ആവുന്ന, പ്രവർത്തന നിരതമല്ലാതാവുന്ന, പ്രവർത്തിക്കാത്ത ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് പോവാണ് ഫൈനൽ ഇയറിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണിത്. അല്ല, പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ പൈസ വേണ്ടേ, പണം വേണ്ടേ? ഇപ്പോ നിങ്ങൾ പെൻഷൻ കൂട്ടുന്നു, പെൻഷൻ കൂട്ടാൻ ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ. ആശ്വാസ കിരണം പദ്ധതി, ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന. എത്ര മാസമായിട്ടെന്നറിയാം അതിന്റെ അരിയേഴ്സ് ഉള്ളത്? എത്ര മാസത്തെ അരിയേഴ്സാണെന്നറിയാം? പാവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു. അരിയേഴ്സാണ് ഇഷ്ടം പോലെ. ഒന്നിനും വെൽഫെയർ സ്കീംസിന്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല. അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, അത് ഇതുമായിട്ട് യാഥാർത്ഥ്യമുണ്ടോ, പൊരുത്തമുണ്ടോ? ഞാൻ ഓരോ വകുപ്പ്, ഏറ്റവും മനുഷ്യനെ ബാധിക്കുന്ന, സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും പരിതാപകരമായ